ശിശു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മഞ്ഞപ്പൊടിയാണല്ലോ ട്രെൻഡിങ്. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ മഞ്ഞപ്പൊടിക്ക് നല്ല ചിലവായിരിക്കും അല്ലേ? ഞാൻ ഏതായാലും കുറച്ച് മഞ്ഞൾ നടാൻ പോവാണ്. കുറച്ച് ഞാൻ നട്ടു. തട നട്ടാലാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം അത് കുറേ നട്ടു. വിത്തൊക്കെ കൂടെ എടുത്ത് ഉണക്കി പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചു. പകുതി എടുത്ത് പുഴുങ്ങി ഉണക്കാനിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്രാവശ്യം മഴ നേരത്തെ പെയ്തല്ല, അത് കാരണം കൊണ്ട് ബാക്കിയുള്ളത് ഉണക്കാനായിട്ട് പറ്റിയില്ല. അപ്പം എന്നാൽ അതെടുത്ത് പാകി കുഴിച്ചിടാലോ എന്ന് കരുതി. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുമ്പൊക്കെ തെങ്ങും തൈ വെക്കുമ്പോൾ തെങ്ങും തൈൻ്റെ 4 സൈഡിലും മഞ്ഞൾ കുഴിച്ചിടും. അപ്പം എന്താണെന്ന് വെച്ചാൽ എലി വന്നതിന് ശല്യം ചെയ്യൂല. അപ്പോൾ അത് പറിച്ചു കഴിയുമ്പം പിറ്റത്തെ വർഷം അത് പറിക്കുമ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ അതിൽ നിന്ന് നല്ലോണം കിട്ടലുണ്ട്. പിന്നെ കർക്കിടക മാസമൊക്കെ ആകാനായി, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടണം എന്നുള്ളവർ അതിന് മുമ്പേ ചെയ്യുക. പണ്ടുള്ളവർ പറയും കർക്കിടക മാസത്തിന് മുമ്പേ കൃഷികളൊക്കെ ഇറക്കണമെന്ന്. കർക്കിടക മാസത്തിൽ കുഴിച്ചിട്ടാൽ ഒന്നിനും നാമ്പ് വരില്ല, നല്ല രീതിയിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയാറ്. നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് വളമൊന്നും ഇടാതെയാണല്ലോ കുഴിച്ചിടുന്നതെന്ന്. ആദ്യം ഞാൻ കുഴിച്ചിട്ടതിനെല്ലാം ചാണകപ്പൊടിയെല്ലാം ഇട്ട് നല്ല രീതിക്ക് തന്നെ നട്ടത്. ഇപ്പം ചാണകപ്പൊടി കഴിഞ്ഞു. അപ്പം ഇനി ഇത് കിളുത്ത് പൊന്തി കഴിയുമ്പോൾ പച്ച ചാണകം കൊണ്ടുവന്ന് വെക്കും. ചവറ് മണ്ടയിൽ കൂടെ വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കും. അങ്ങനെ അപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഒരുവിധപ്പെട്ടവരൊക്കെ കൃഷിയിലേക്ക് തിരിഞ്ഞു തുടങ്ങി. പിന്നെ സ്ഥലമില്ലാത്തവർ എന്ത് ചെയ്യണം, കുറച്ച് ഗ്രോ ബാഗ് മേടിച്ചിട്ട് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നിടത്തോട്ട് ഇതാക്കി കുറച്ച് മഞ്ഞളും പച്ചക്കറിയും ഒക്കെ വെക്കുക. അപ്പം നമ്മുടെ ആവശ്യത്തിന് മായം ചേരാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാമല്ലോ. എല്ലാവരും അതിന് ശ്രമിക്കുക. ഒരു തുള്ളിയും കൂടെ ഉണ്ടായിരുന്നു തീരാൻ. പിന്നെ അതിന് ഞാൻ